ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ മീറ്റർ പയറാണ്, പച്ച, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇതിനകത്ത് പുഴുവാണ്, പുഴു കയറുന്നുണ്ട്. പിന്നെ ഒരു സൈസ് ചെറിയ ഉറുമ്പ് കൊണ്ടുവന്ന്, ഒരു ചുമന്ന ഉറുമ്പ് കൊണ്ടുവന്നിട്ട് അതിൽ പുഴു കയറുന്നുണ്ട്. അപ്പം ഞാൻ രാസവളമൊന്നും അടിക്കാത്തത് കൊണ്ടായിരിക്കാം ആ ഉറുമ്പ് ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ് ഇതിൻ്റെയൊക്കെ. അത്യാവശ്യം ചില പച്ചക്കറികളൊക്കെ ഉണ്ട്. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് 2 പഴുത്ത് നിൽപ്പുണ്ട്. ഇതും വെടിച്ച് കയറി ആ ഉറുമ്പ് ഇതിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പറിച്ചെടുക്കാം. ഇതിലൂടെ പറിച്ചെടുത്തപ്പോൾ കണ്ടോ, ഈ ഉറുമ്പാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ ഇത് പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇതും 2 പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടുകൾ വന്നിട്ടുണ്ട്, വിടരാറായത്. ഇതെൻ്റെ ചോളം ചെടിയാണ്. ഇത് മഴവിൽ ചോളമാണ്, പല വർണ്ണങ്ങളിലുള്ള ചോളം. കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. ഇതിലെല്ലാം കായ്കൾ വന്നിട്ടുണ്ട്. 2 കായ് വീതം വന്നിട്ടുണ്ട്. ഒത്തിരി വളമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ ചെടികൾക്ക്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളിൻ്റെ ഭാഗത്തെല്ലാം ധാരാളം കായ്കൾ വന്നേനെ. ഇത് എന്ത് വെള്ളരിക്കയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ബോൾ പോലെ ഇരിക്കുന്ന വെള്ളരിക്ക. ഇതും ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. ഇതിൽ നേരത്തെ 2-3 പിടിച്ചതും പുഴു കയറിപ്പോയായിരുന്നു. ഞാൻ മരുന്നൊന്നും അടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പുഴു വരുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം ശരിക്ക് കിട്ടി. ഇതെൻ്റെ മുളക് പാടമാണ്. ഇതിനകത്ത് കായ്കളുണ്ട്. ഇതെൻ്റെ വഴുതനത്തോട്ടം. എല്ലാത്തിലും ഓരോ കായ്കളേ ഉള്ളൂ. ഒരുപാട് വളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാത്തിലും പുഴുവാണ്. ഇലകളെല്ലാം കാണുമ്പോഴേ അറിയാം. പിന്നെ ഒരു ഉണ്ടമുളകുണ്ട്. ഇത് പാവയ്ക്ക, വലിയ പാവയ്ക്ക പിടിക്കുന്ന പാവയ്ക്കയാണ്. പക്ഷേ ഇതിപ്പം ചെറിയ പാവയ്ക്കയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ചെറിയൊരു കോവൽ, അതൊന്നും പടർത്തി വിടാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഒരുപാട് കായ്കളൊന്നുമില്ല. 1-2-3 കായ്കളേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പം ഒരു തോരനോ മെഴുക്കുവരട്ടിക്കോ ഒക്കെയുള്ള ഇത് കിട്ടും. ചീവക്കിഴങ്ങ്, നമ്മളിവിടെ ചീവക്കിഴങ്ങെന്ന് പറയും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു തക്കാളി കിളിർത്ത് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി നടണം. അതുപോലെ ഗോൾഡൻ ബെറി, അതും നിൽപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഉള്ള കളകളൊക്കെ ഞാൻ പിഴുത് കളഞ്ഞു. ഇത് എൻ്റെ വെണ്ടയ്ക്കാത്തോട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ കുറച്ച് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലുമായിട്ടൊക്കെ ഒരു 10-12 മൂട് വെണ്ടത്തൈകൾ നട്ടിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് 1-2-3 ഒക്കെ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ കായ്കൾ കിട്ടിയാൽ ഒരു മെഴുക്ക് പുരട്ടിക്ക് തോരനും തികയത്തില്ല. ഇത് 10 ഉണ്ടെങ്കിൽ ഓരോ കായേ ഓരോ ചെടിയിലും ഒരു തവണ പിടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടും. അടുത്തതാവട്ടെ എന്ന് കരുതി നിർത്തിയിരുന്ന അത് അങ്ങ് മുറ്റിപ്പോവും. പിന്നെ അത് കറിക്ക് കൊള്ളാതെയാവും. ഇതൊക്കെ വിളവെടുത്തതിന് ശേഷമുള്ള കാഴ്ചകളാണ്. എല്ലാത്തിൽ നിന്നും ഓരോന്നൊക്കെ ഉള്ളൂ. ഇത് പൊന്നാങ്കണ്ണി ചീര, കണ്ണിന് നല്ലതാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു. ടെറസിൽ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ചുവപ്പ് നിറം, വെയിൽ കിട്ടുന്നുണ്ട്. താഴെ വെച്ചിട്ടുണ്ട് കുറച്ച്, അത് പച്ച നിറത്തിലാണ്. ഇതെന്താണെന്ന് അറിയത്തില്ല, ഷമാമാണെന്ന് തോന്നുന്നു. പൂ വന്നിട്ടുണ്ട്, കായ് പിടിക്കുമ്പോൾ അറിയാം. അതുപോലെ ഇത് തറയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു പൂ പിടിക്കുന്ന വെണ്ടച്ചെടിയാണ്, വെണ്ടവർഗ്ഗത്തിൽപ്പെടുന്ന. നല്ല ഭംഗി അതിൻ്റെ പൂ കാണുവാൻ. ഇത് തറയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കായ്കളൊന്നും ഉണ്ടാവത്തില്ല. ഇതെനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. അപ്പോഴത്തേക്കിനും മഴ വന്നു. ഞാൻ താഴെ വന്നു. നമ്മുടെ വീടിൻ്റെ ചുവരിനോട് ചേർത്ത് കുറച്ച് കറിവേപ്പിൻ്റെ തൈകൾ നട്ടുവെച്ചിട്ടുണ്ട്. കുപ്പികളിലാണ് നട്ടിരിക്കുന്നത്. ഇത് എൻ്റെ റോബസ്റ്റ വാഴ കുലച്ചതാണ്. ഇതിൻ്റെ വാഴക്കൂമ്പെടുത്ത് ഞാൻ തോരൻ വെച്ച്. ഭയങ്കര കയ്പ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇതൊക്കെയാണ്. പാവയ്ക്ക, വെള്ളരിക്ക, ഡ്രാഗൺ ഫ്രൂട്ട്, പയർ, വഴുതന, കുറച്ച് കോവയ്ക്ക, റംബൂട്ടാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.